ഹായ്, ദിസ് ഇസ് മജിഷ ഫ്രം ആത്മയ ഡിസൈനർ സ്റ്റുഡിയോ. കുറെ 2 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. റെഗുലറായിട്ട് വീഡിയോ ഇടുന്ന എല്ലാ പ്രാവശ്യം ഞാൻ പറയും, പക്ഷെ വീണ്ടും ഇടാറില്ല. ആക്ച്വലി ഷോപ്പിൽ തിരക്കുകൊണ്ട് തന്നെയാണ് കാരണം. ഷോപ്പിൽ തിരക്കുണ്ടാവാൻ നേരത്ത് ഞാനിങ്ങനെ വീഡിയോ ഇട്ടിരിക്കും, എനിക്ക് പറ്റാറില്ല. അപ്പോ ഇതിപ്പോ എനിക്കൊരു ഈ തിരക്കിന്റെ തന്നെ ഒരു കാര്യം ഇടയ്ക്ക് ഞാനൊരു ഒരു 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 ഡിസിഷൻ എനിക്ക് എടുക്കേണ്ടി വന്നു. അപ്പൊ അതിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് പറയാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമ്മള് എന്താ പറയാ, ഈ ഒരു നമ്മള് സാധാരണ നമ്മളടുത്ത് ബുക്ക് ചെയ്യണ എല്ലാവർക്കും അറിയാം. നമ്മള് യൂഷ്വലി 15 വർക്കിംഗ് ഡേയ്സ് ആണ് പറയാറില്ലേ. പക്ഷെ ഈ ഒരു 2 മാസമായിട്ട് ബുക്ക് ചെയ്യണവർക്ക് അറിയാം 15 വർക്കിംഗ് ഡേയ്സ് ഒക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കയ്യിൽ നിന്ന് പോകുന്നുണ്ടെന്നുള്ളത് അല്ലേ. അപ്പോ കയ്യിൽ നിന്ന് പോണത് ആക്ച്വലി നമ്മൾക്ക് അതിൽ മെയിൻ ഒരു റീസൺ, നമ്മൾ ഒരു ചില സമയത്ത് നമുക്ക് സ്റ്റാഫുകൾ നാട്ടിൽ പോകുമ്പോൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ വേറെ ഇഷ്യൂ കാരണം എനിക്ക് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഉണ്ടാവാം, അത് ഞാൻ പറയാറുണ്ട്. അപ്പൊ ഈ 2 മാസമായിട്ടാണ് ഇപ്പൊ എല്ലാവർക്കും ചെറിയൊരു, എന്താ പറയാ, എല്ലാത്തിലും ഒരു നമ്മുടെ അടുത്ത് ബുക്ക് ചെയ്യണവരൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇവർക്ക് ഇപ്പൊ എന്താ പറ്റിയെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഒരേ ഒരു കാരണമാണ് ഞാൻ ഈ കുറെ എല്ലാരും വന്നിട്ട് ഈ അർജന്റ് ഓർഡേഴ്സ് പറയുമ്പം ചേച്ചി ചെയ്തരോ, ചേച്ചിയുടെ ഇഷ്ടമായിട്ടല്ലേ അങ്ങനെയൊക്കെ പറയാൻ നേരത്ത് ഞാൻ അതിലങ്ങോട്ട് വീണു പോണതാ. അപ്പോൾ അത് കാരണം ചിലപ്പോൾ നമ്മുടെ ഓൾറെഡി ബുക്ക് ചെയ്ത കസ്റ്റമേഴ്സിന് ഒരു ഡിലേ വന്നിട്ടുണ്ടാവും. റിയലി സോറി, അത് അങ്ങനെ നമ്മൾ കാരണം അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ. പക്ഷെ ആർക്കും എനിക്ക് തോന്നുന്നു ഡേറ്റ് പറഞ്ഞവർക്ക് എല്ലാവർക്കും നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷെ എന്റെ ഉള്ളിൽ എനിക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മളൊരു ഡേറ്റ് പറഞ്ഞിട്ട് ബുക്ക് ചെയ്യുമ്പോൾ, സോറി, ഇൻ ബിറ്റ്വീൻ നമുക്ക് ആരെങ്കിലും വിളിക്കുമ്പോൾ എനിക്ക് ഒന്നങ്ങോട്ട് പോകേണ്ടി വരും. സ്റ്റാഫുകളോ എന്തെങ്കിലും ഡൗട്ട് എന്നൊക്കെ നിൽക്കുമ്പോൾ ഞാൻ ഒന്നങ്ങോട്ട് തിരിയണോണ്ടാണ് ഈ ഒരു ചെറിയ കട്ട് വരുന്നത്. രാവിലെ മുതലേ ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കുകയാണ്, എനിക്ക് ഒറ്റയൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ചെറിയൊരു കട്ടൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അവിടെ എന്തോ വിളി വന്നിട്ട് അത് നിർത്തിയതാന്നുള്ളത്. ഇനിയിപ്പോൾ എനിക്ക് അതേ ഓപ്ഷനുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാല്, എന്താ പറയാ, നമ്മള് ഈ ഒരു സംഭവം ഇങ്ങനെ ചെയ്യുമ്പോൾ അർജന്റ് ഓർഡേഴ്സ് എടുക്കുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ ഞാൻ ഇനി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനം, അത് ആരായാലും, റെഗുലർ കസ്റ്റമർ ആയാലും ഫസ്റ്റ് ടൈം കസ്റ്റമർ ആയാലും ആരായാലും, ഞാൻ ഇനി 15 വർക്കിംഗ് ഡേയ്സ് ഇല്ലാണ്ട് ഒരു ഓർഡറും എടുക്കുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ എടുക്കും കേട്ടോ. പക്ഷെ 15 വർക്കിംഗ് ഡേയ്സ് മസ്റ്റ് ആക്കാൻ പോവാ. കാരണം നമ്മൾക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് കുറച്ച് മുന്നേ എന്തായാലും നമ്മൾ അറിയുമല്ലോ. അപ്പൊ ചിലർ പറയാറുണ്ട്, ചേച്ചി ഇപ്പോഴാണ് നമ്മൾ അക്കൗണ്ട് കണ്ടത്, ഇഷ്ടമായി, അതുകൊണ്ടാണ് ചെയ്യിക്കണം എന്ന് പറയണോണ്ട് പിന്നെ എപ്പോഴാണ് ഫ്രണ്ട്സ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. അവിടേക്കാണ് ഞാൻ വീണ് പോവാറുള്ളത്. അപ്പോ ഇനിയിപ്പൊ അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ ആകെ കയ്യിൽ നിന്ന് പോകും എന്നുള്ളൊരു അവസ്ഥയായിട്ടുണ്ട്. ലൈക്ക് നമ്മൾ തന്നെ ഒരുപാട് എന്താ പറയാ, രാവിലെ മുതൽ ഒരുപാട് വൈകിട്ട് വരെയൊക്കെ ഇരുന്ന്, രാത്രി വരെ ഇരുന്ന് ഇതൊക്കെ ചെയ്തെടുത്ത് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ വരുന്നുണ്ട്. എനിക്ക് കൂളായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കൊരു സമാധാനമായിട്ട് നല്ല സന്തോഷമായിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഇങ്ങനെ അരിവറിയായിട്ട് ചെയ്തിട്ടും എല്ലാം കൂടെ ഒക്കെ മാനേജ് ചെയ്തിട്ടും ആക്ച്വലി സത്യം പറഞ്ഞാല് ആരോഗ്യം വരെ പോണൊരവസ്ഥയിലായോണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. അപ്പൊ ഞാൻ ഇനി ഒരു 15 വർക്കിംഗ് ഡേയ്സ് എന്തായാലും പിടിക്കുകയാണ്. എന്റെ കസ്റ്റമേഴ്സ് എന്നോട് ക്ഷമിക്കണം. അപ്പൊ എനിക്ക് ആരായാലും ഞാൻ 15 വർക്കിംഗ് ഡേയ്സ് പറയും. അപ്പൊ നമുക്ക് പറ്റുമെങ്കിൽ, ഇൻ കേസ്, അപ്പം എല്ലാ സമയത്തും ചിലപ്പോൾ ഇനി ഇത്ര തിരക്കൊന്നും ഇല്ലെങ്കിലോ, ചിലപ്പോൾ ഓർഡർ കുറവാണെങ്കിലോ അപ്പൊ ഞാൻ ചെയ്തു തരും കേട്ടോ. അപ്പൊ അല്ലാത്ത കേസിൽ നമ്മളിപ്പോ ഈ ഒരു ക്രിസ്മസ് ടൈമും അങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് പറ്റാറില്ല. അതേപോലെ തന്നെ വേറെ ഒരു സംഭവം കൂടിയാണ്, നിങ്ങൾ പറയണ ഏത് ഡിസൈനും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരാറുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു തിരക്കിന്റെ സമയത്ത്, അതായത് ഇതുപോലെ ഈ സീസൺ ടൈമിലൊക്കെ ഞാൻ അതും കൂടെ നമ്മളൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം. അതായത് ഞങ്ങളുടെ ഡിസൈനിന്റെ തന്നെ റിപ്പീറ്റ് ഓർഡേഴ്സ് എടുക്കുന്നുള്ളൂ. കാരണം വേറൊരു ഡിസൈൻ നിങ്ങൾ തരുവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പറയുവാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്യാന്ന് പറയുമ്പോൾ നല്ല എഫേർട്ടാണ്, നല്ല സമയം എടുക്കും. നമ്മൾ അതിന് അനുസരിച്ചിട്ടുള്ള ബീഡ്സ് തപ്പലും അതും ഇതും ചെയ്യലും, അതുപോലെ അപ്പം അത് സ്റ്റിച്ചിങ് ഒക്കെ ഒക്കെ പുതിയതാണ്. വർക്കേഴ്സിനാണെങ്കിൽ അത് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നല്ല ടൈം എടുക്കും. അപ്പൊ ഈ ഒരു തിരക്കിന്റെ ഉള്ളിൽ നമുക്ക് അതും കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ലാണ്ട് കസ്റ്റമൈസേഷൻ നമ്മൾ എടുക്കില്ല എന്നുള്ളതല്ല. 1 മന്ത് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ ഏത് കസ്റ്റമൈസേഷനും കൊടുക്കും. ലൈക്ക് വൺ മന്ത്, മിനിമം 1 മന്ത് വേണം. അപ്പോൾ അതിന് പിന്നെയുള്ള ഒരു കേസ് എന്ന് പറയുന്നത്, ഈ പുറമത്തെ കസ്റ്റമൈസേഷൻ കൊണ്ടുവരുമ്പം, അല്ലെങ്കിൽ നിങ്ങളുടേതായ കസ്റ്റമൈസേഷൻ കൊണ്ടുവരാൻ നേരത്ത് എൻ്റെ അടുത്ത് നിന്ന് റേറ്റ് കിട്ടാറില്ല എന്നുള്ളതൊരു വലിയൊരു സംഭവമായിട്ട് നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ഇത് റേറ്റ് ആക്ച്വലി എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഞാനല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഞാൻ സ്റ്റാഫുകളുടെ അടുത്ത് കൊടുത്തത് കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ. ചിലർ കുറേ ഫോട്ടോസൊക്കെ കൊണ്ടുവരും, 10-20 ഫോട്ടോസൊക്കെ കൊണ്ടുവന്നിട്ട് ചേച്ചി ഇതിന്റെ റേറ്റ് ഒക്കെ പറഞ്ഞു തരുമെന്ന് ചോദിക്കും. അപ്പൊ 20 ഫോട്ടോസ് നിങ്ങൾ ഇഷ്ടമുള്ളതായിരിക്കും എടുക്കുക. സംഗതി ശരിയാണ്, റേറ്റ് നോക്കിയിട്ടല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഈ 20 ഫോട്ടോസ് നമ്മൾ എടുത്തിട്ട് ഞങ്ങൾ അതിന്റെ റേറ്റ് പറയണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു അത്യാവശ്യം ഒരു 1-2 മണിക്കൂർ ഞങ്ങളുടെ പോകും. കാരണം ഇത് കാൽക്കുലേറ്റ് ചെയ്യുക, അതിന് എത്രയാവും, അത് ഇതൊക്കെ കാൽക്കുലേറ്റ്. അപ്പൊ ടൈമാണ് ആ പോണത്. അപ്പൊ ആ ടൈം നമുക്ക് ഈ ടൈമിൽ, അതായത് ഇങ്ങനത്തെ ഒരു സീസൺ ടൈമിലോ അല്ലെങ്കിൽ നമ്മൾക്ക് ഇവിടെ തിരക്കുള്ള സമയത്തോ അത് നമുക്ക് പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ.
അപ്പൊ ഈ ഒരു 2 കാര്യങ്ങൾ ഞാൻ പറയുമ്പം നിങ്ങളാരും ഒന്നും വിചാരിക്കരുത് തീരെ പറ്റാത്തോണ്ടാന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു കാര്യം പറയാനായിട്ടാ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തേ. താങ്ക് യു.